തിരക്കഥയിൽ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഓടിയാണ്, കുറച്ചുകൂടെ നടന്മാരെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. പടത്തിൽ നല്ലൊരു മെസ്സേജാണ്. ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ ഈ പുതുമുഖത്തിൻ്റെ പടമായതുകൊണ്ടാണ് ഇപ്പോൾ പടം കൂടുതലായിട്ട് ഇപ്പം ആൾ പറയുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഇന്ന് മഴയും എല്ലാം കൂടെ ആയതുകൊണ്ട് നായിക അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. കാര്യം കുറച്ച് ഏജ്ഡ് ആണ് നായകനോട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ അഭിനയത്തിലും ഒരു 10-ൽ 5 മാർക്ക് കൊടുക്കാനൊക്കെ പറ്റും. നേരറി നേരത്തെന്നുള്ള സിനിമ വളരെ ഇൻഫോർമേറ്റീവ് ആണത്. ഫിലിം നന്നായിരുന്നു. നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റോറി, മ്യൂസിക്കും നന്നായിരുന്നു. പിന്നെ ക്യാമറ എല്ലാം ഇതായിരുന്നു. ഒരു നല്ല മെസ്സേജുമാണ്. നല്ലൊരു ബോർ അടിക്കാതെ അടിപൊളിയായിരുന്നു. വളരെ നല്ല മൂവി, ഒരു ഡിഫറെൻറ്റ് തീമാണ്. എല്ലാം സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം ഒരു പുതിയ തീമാണ്, ആരും മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്ത തീമാണ്. തിരക്കഥയിൽ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഓടിയാണ്, കുറച്ചുകൂടെ നടന്മാരെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. കണ്ടിരിക്കാൻ കൊള്ളാമെന്ന്. സിനിമ കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കണ്ട് മനസ്സിലാക്കേണ്ട സിനിമയാണ്. നല്ല മെസ്സേജാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ്റെ അവരുടേതായ ഒരു രീതിയിൽ ഈ പടത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. സാഹചര്യം കൊണ്ട് മാറണം. ഈ സിനിമയുടെ രീതി അങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പടത്തിൽ നല്ലൊരു മെസ്സേജാണ്. ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ ഒരു സിനിമയാണ്. അഭിനയം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പുതുമുഖങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ഇതില്ലാത്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, നല്ല വർക്കാണ്. ഡയറക്ഷനും കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിലുണ്ട്. കണക്റ്റ് ആവണം. അത്രയ്ക്ക് നല്ലൊരു മെസ്സേജാണ് ഈ സിനിമയോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കറക്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഒരുപാട് കണ്ട് പഠിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ബാക്കിയെല്ലാം കാണുന്നവരുടെ കയ്യിലാണ്ടിരിക്കുന്നത്. നല്ല ക്യാമറയാണ്. ഇന്ന് നടക്കുന്ന സംഭവമാണ്, ഈ പറയുന്നതൊക്കെ സംഭവമാണ്. പക്ഷേ ലാസ്റ്റിലുള്ള ഒരു ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്ലൈമാക്സാണ് കാണിക്കുന്നത്. ഈ പുതുമുഖത്തിൻ്റെ പടമായതുകൊണ്ടാണ് ഇപ്പോൾ പടം കൂടുതലായിട്ട് ഇപ്പം ആൾ പറയുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഇന്ന് മഴയും എല്ലാം കൂടെ ആയതുകൊണ്ട് ആൾ കുറേ ആയിട്ട് തോന്നുന്നുണ്ട്. പബ്ലിസിറ്റി കുറഞ്ഞുമായിട്ട് തോന്നിയിട്ടില്ല. കുറവാണ് പബ്ലിസിറ്റിക്ക്. പോസ്റ്ററുകളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് സംഭവിക്കുന്നത്. അഭിനയം നായിക അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. കാര്യം കുറച്ച് ഏജ്ഡ് ആണ് നായകനോട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ അഭിനയത്തിലും ഒരു 10-ൽ 5 മാർക്ക് കൊടുക്കാനൊക്കെ പറ്റും. പ്രേക്ഷകന് കണക്റ്റ് ആവാത്തത് ഒന്ന്, ആ കഥ അവർ തമ്മിലുള്ള റിലേഷൻ കുറച്ചുകൂടെ ഗാഢമായിട്ട് ആവാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ഫാമിലി തമ്മിലുള്ള കണക്റ്റ്, മകളിങ്ങനെ പോകുമ്പോൾ എത്ര ലോസാണ് ഒരച്ഛന് വരുന്നത് എന്നുള്ളൊരു ബന്ധങ്ങളുടെ ആ ഒരു തീവ്രത എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്ന് പിന്നെ നേച്ചറുമായിട്ടുള്ളത്, നേച്ചറിൽ യാതൊരു ശബ്ദവും ഇതിനകത്ത് വരുന്നില്ല. പ്രകൃതിയുമായിട്ടും ഇതിന് ഒരുപക്ഷെ അത് ബജറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കാം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ ഒതുക്കുന്നത്. അതൊക്കെ ആ സൈഡ് ചിന്തിപ്പിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ടോട്ടൽ ഒരു 10 എടുത്താൽ ഒരു 7 അബവ് പറ്റുന്നുണ്ട്. നേരറി നേരത്തെന്നുള്ള സിനിമ വളരെ ഇൻഫോർമേറ്റീവ് ആണത്. ഒരു മെസ്സേജുണ്ട്. നല്ല പാട്ടും സംവിധാനമായാലും ക്യാമറ ആയാലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു അനുഭവം തന്നെയാണത്. നല്ലൊരു പടമായിരുന്നു, പുതിയൊരു പ്രമേയമായിരുന്നു. ഇപ്പോഴും ഇറക്കാതെ ഒരു പുതിയ കണ്ടൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പടം നല്ല പടമാണ്. ഫിലിം കൊള്ളാം, നല്ല ലൊക്കേഷനും ക്യാമറയും കൊള്ളാം, നന്നായിരിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ കുറച്ച് കൊള്ളാം എന്നുള്ളൊരു